ഈ മാപ്പ് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ കളി. ഈ മാപ്പ് വെച്ചിട്ട് നേരെ വരുന്നത്. ഇന്നെന്തായി എന്ന് പറഞ്ഞാൽ ഈ മാപ്പ് എന്നെ ചതിച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ള് റൗണ്ടായിട്ട് കൂട്ടി വന്നിട്ട് അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊണ്ടുവന്ന്. എനിക്കറിയില്ലല്ലോ ഇത്രയൊക്കെ ഉണ്ടോന്ന്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇന്ന് കങ്കനാടി പോകുന്നു. മംഗളാർ കങ്കനാടി മീൻസ് നമ്മുടെ ATM എൻ്റെ ATM യൂസ് ചെയ്ത ATM ഉണ്ടല്ലേ, അത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ആൻഡ് അവിടെ പോയിട്ട് ഡിമാർട്ട് പോകുന്നുണ്ട്. ഇല്ലല്ലേ, വേണ്ട ഇന്നെന്ത് വേണ്ട, ഫ്രൂട്ട്സും അങ്ങനത്തെ ഇതാക്കൂടെ സാമാനെല്ലാം ഉണ്ടല്ലേ. സാധനമൊക്കെ ഓൾറെഡി ഉള്ള സ്റ്റോക്കാണ്. ഇവിടെ അടുത്ത് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്രൂട്ട്സ് ആൻഡ് എന്തെങ്കിലും കട്ട്ലറ്റ്സും ഒക്കെ കഴിക്കാൻ പാടില്ല. പൊട്ടാറ്റോ 1-2 ആവില്ല, എന്ത് പ്രശ്നമില്ല. ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാവും. അത്ര തന്നെ ഒന്നല്ല കഴിക്കുന്നത് കൊണ്ട് ഇത്ര ആൾ കഴിക്കുന്നില്ലേ. ഇപ്പം 30 days നോമ്പ് സമയത്ത് എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമല്ലോ. ഇല്ലെങ്കിൽ കുട്ടികളും കേൾക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ വേറെ വീട്ടിൽ പോയിട്ട് കുട്ടികൾ കഴിക്കും. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ പ്ലാന്റ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന അങ്ങനെ തന്നെ കൊക്കോനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും കടി ഉണ്ടാക്കണില്ല പറയുക. അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ വീട്ടിലൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്ന് പറയും. അതുകൊണ്ടിട്ട് അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മൾ ഡയറ്റ് ഗീട്ടൊന്നും നോക്കാറില്ല. ഉമ്മക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുഞ്ഞുങ്ങളെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഉമ്മ ബാലെ പടുത്തോ. അപ്പോൾ അതിനൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഞാൻ ഡ്രൈവിംഗ് സ്റ്റഡി ആയിട്ടോ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡ്രൈവിങ് ചെയ്ത് പോകാറുണ്ടോ. ആദ്യമൊക്കെ സ്റ്റഡിയില്ലായിരുന്നു, പേടിയായിരുന്നു. ഇപ്പൊക്കെ പേടി മാറി. മിഞ്ഞാന്ന് 2 days ബിഫോർ ഞാൻ കാണിച്ചില്ല ഒരു അപ്പുലുള്ള ടേർണ്. ആ ഒരു സ്ഥലത്തിൽ ഞാൻ വണ്ടി എടുത്താൽ ഉഷാറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഞാൻ ഈസിലി എടുത്തിട്ടുണ്ട്. 2 times എടുത്തു. സോ ഒറ്റയ്ക്ക് എടുത്തതാണ്, ആരും സപ്പോർട്ടില്ലാതെ. ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ലൊരു കോൺഫിഡൻ്റാണ്. ഇപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ബാക്കിൽ വെച്ചിട്ടൊന്നും ഡ്രൈവിങ് ചെയ്യാനൊന്നും പറ്റില്ല. അവരെന്താ വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ ഞാൻ പുതിയ ഡ്രൈവറാണെന്നുള്ളത്. കോൺസെൻട്രേഷനിലൊക്കെ തട്ടും. അതുകൊണ്ടാണ് ഞാനും ഉമ്മ മാത്രമേ പോകുന്നത്. സിൻഡിക്കേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോയി. അപ്പോൾ ഞാനിവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ പാർക്കിംഗ് മോഡിലിട്ടത്. ഞാൻ 360 ക്യാമറ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ നോക്കുന്നത് എവിടെയെങ്കിലും വണ്ടിക്ക് തട്ടുമെന്നുള്ളത്. അങ്ങനെയല്ല, ഉമ്മാൻ്റെ തന്നെ പേടിയാണ്. അപ്പോൾ റോഡ് സൈഡെല്ലാം നിൽപ്പിച്ചത്, ഒന്നും പ്രോബ്ലം ഇല്ല. പിന്നെ ഇതാ ഈ മാപ്പ് വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ കളി. ഈ മാപ്പ് വെച്ചിട്ട് നേരെ വരുന്നത്. ഇന്നെന്തായി എന്ന് പറഞ്ഞാൽ ഈ മാപ്പ് എന്നെ ചതിച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ള് റൗണ്ടായിട്ട് കൂട്ടി വന്നിട്ട് അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊണ്ടുവന്ന്. എനിക്കറിയില്ലല്ലോ ഇത്രയൊക്കെ ഉണ്ടോന്ന്. പക്ഷേ ഏത് റോഡോ എന്താണ്, ഫാദർ മുല്ല റോഡോ യൂട്ടേൺ ചെയ്യണമായിരുന്നു കേട്ടോ. അവിടുന്ന് ഇങ്ങനെ റൈറ്റിലെടുത്തിട്ട് യൂട്ടേൺ ചെയ്തിട്ട് ഫാദർ മുല്ല റോഡിൽ പോകണമായിരുന്നു. റോഡ് അറിയില്ലല്ലോ. വണ്ടി വിടാൻ അറിഞ്ഞാലും പ്രശ്നമില്ല, റോഡ് കറക്റ്റായിട്ട് അറിയണം. റോഡ് അറിഞ്ഞാലേ നമുക്ക് എന്താ പറയുക ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ പെട്രോൾ വയ്ക്കണം. 73 kilometer കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെട്രോൾ വഹിച്ച് വിടാമെന്ന് നോക്കുന്നുണ്ട്. പെട്രോൾ വഹിക്കണം. പിന്നെ കണക്കുണ്ട്. ഓക്കെ. പിന്നെ ഒന്ന് ഫിഷ് കടക്ക് പോകണം, ഫിഷ് വാങ്ങണം. അവിടെ നമ്മൾ ഫ്രണ്ട് സർക്കിൾ എനിക്ക് ഈ ഡ്രൈവിംഗ് പഠിപ്പിച്ചില്ലേ. ഈ ഡ്രൈവിംഗ് മീൻസ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഡ്രൈവിംഗ് മാസ്റ്ററിനോടാണെങ്കിലും അയാൾ ഭയങ്കര സ്ലോ ആയിരുന്നു. ഓവർടേക്ക് ചെയ്യാൻ വിടൂലായിരുന്നു. കാരണം നമ്മൾ സേഫ് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഡ്രൈവർ എന്ന് വന്നിരുന്നു ഡ്രൈവിംഗ് ചെയ്യാൻ. ഡ്രൈവറല്ല, നമ്മൾ നാട്ടിൽ ചെക്കനാണ്. അപ്പോൾ അവന് സ്വന്തം ബ്രദർ കൊല്ലാൻ ഞങ്ങൾക്കൊക്കെ. അവൻ എന്താക്കി വന്നിട്ട് അവന് അപ്പുറ സീറ്റിൽ ഞാനിപ്പുറ സീറ്റിൽ ഇരിപ്പിച്ചിട്ട് ഡ്രൈവിംഗ് ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെയാണ് ട്രാഫിക്കിലൂടെ നൈറ്റ് ട്രാവലൊക്കെ ചെയ്യിപ്പിച്ചതാണ്. കണ്ടിട്ടുണ്ടോ എൻ്റെ ഫാസ്റ്റ് വീഡിയോയിലൊക്കെ. അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് ഭയങ്കര ട്രാഫിക്കുള്ള സമയത്ത്, ട്രാഫിക് ക്ലിയർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് കുട്ടികളിട്ടിട്ട് ഞാൻ രാത്രി ഇതാക്കിയതാണ്. എന്താണ് ഡ്രൈവ് ചെയ്തതാണ്.
അതേ ആ ഒരു ദിവസമാണ് എൻ്റെ പേടിയൊക്കെ മാറി. എങ്ങനെ ഞാൻ ആ വണ്ടി എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എല്ലാം ഞാൻ ഒന്നും ടെൻഷൻ ആവാതെ കൂൾ മൈൻഡാക്കി. അതിനു മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഒരു ലോറി വന്നാലോ ബസ് വന്നാലോ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ അവരെല്ലാം ടെൻഷൻ മാറി. ഉമ്മ അപ്പുറം പോയോ എന്നുള്ള ഇതാണ് കേട്ടോ. ഉമ്മല്ലേ, ഉമ്മക്ക് റോഡ് തെറ്റല്ലേ, ഉമ്മയാണോ അങ്ങോട്ട് പോയത്? അല്ല. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയാണ്. ഇപ്പം ഇന്നത്തെ ഫസ്റ്റ് നോമ്പും കൂടിയാണ്. കുട്ടികളെ രണ്ട് മണിക്കാണ് സ്കൂളിലൊക്കെ വിടുന്നത്. 12 മണിക്കെല്ലാമായി. 2:30 വിടുന്നത്. അപ്പോൾ 2:30 അവർ വീട്ടിലെത്തും ഇൻഷാ അല്ലാ. അപ്പോഴേക്ക് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിഷ് വാങ്ങണം, പിന്നെ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് നേരെ പോയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കനിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കണം. നോമ്പ് തുറക്കാനും പ്രിപ്പയർ ചെയ്യണമല്ലോ, അതിനായ സമയമുണ്ട് പറയാം. ഞാനും ഉമ്മ കുട്ടികൾ മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്യുക ഇതാക്കാം. പിന്നെ അത്താഴത്തിനുണ്ടാക്കിയ റൈസ് ബോൾ ഉണ്ട്, അതന്നെ രാത്രി ഫുഡായിട്ട് നോക്കുമല്ലോ. ഒരുപാടുണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ. ആരെങ്കിലും ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, എങ്കിലും ഉണ്ടാക്കണം. പിന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കണം രാത്രിത്തെ. അപ്പോൾ ഇപ്പോൾ നോമ്പ് പിടിച്ചിട്ടാണ് രാത്രി ആലോചിക്കുന്നത്, എന്തോ രസമല്ലേ. എനിവേ ഉമ്മ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടിയൊന്നും കാണിക്കില്ല എന്ന്. പക്ഷേ ഇതാ ഞാൻ വന്നിട്ട് ഇങ്ങോട്ടായിട്ടാണ് കേട്ടോ മുടിയൊക്കെ ഇന്നായത്. എന്തായാലും ഓക്കെ. ഞാനും ടേർഡ് പോലല്ല, ഉമ്മ ഒന്ന് വന്നാൽ മതിയെന്ന്. വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. വന്നപ്പോൾ ഇതാ പിറ്റേ ദിവസം കേട്ടോ എൻ്റെ നെയിൽസ് നോക്കിയില്ലേ, നെയില് എനിക്കെന്തോ അറിയാം, ഇത് ഡ്രൈ പോലാണ് കേട്ടോ. ഡ്രൈ പോലെ ഫീൽ ആവുന്നുണ്ട്, നമ്മൾ അവർ ഷൈൻ ഇല്ലാത്ത പോലെ. ബട്ട് ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് കാണാനൊക്കെ ഓക്കെയാണ്. നമ്മൾ എപ്പോഴും ഇതൊക്കെയാണ് നിസ്കരിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഹലാൽ പ്രൊഡക്റ്റാണ്, നെയിൽ കോണാണല്ലോ. മറ്റേതാണെങ്കിൽ നമ്മൾ അപ്പോൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക, അത് ഷൈനാണ്, ലുക്കാണ് ഭയങ്കര. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണൽ. പക്ഷേ നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5 വക്ത് ഉള്ളു എടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്തിട്ട് എഗൈനീട് റിമൂവ് ചെയ്യുക, അത് ഉണങ്ങാൻ വേണ്ടി 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷൻ പോവും, പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താക്കും, പാർട്ടി മീൻസ് ഞാൻ പാർട്ടിക്കൊക്കെ അങ്ങനെ പോകാറില്ല, കല്യാണ വീട്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കൈയെല്ലാം ഒരു കേട് പോലെ ഉണ്ടാവും. ആ സമയത്ത് കുറച്ച് നെയിൽ ആർട്ടെല്ലാം ആക്കിയിട്ട് നെയിൽ ഒരു എക്സ്റ്റൻഷനൊക്കെ ചെയ്തിട്ട് എന്താക്കും, നെയിൽ പോളിഷൊക്കെ ഇടും. പക്ഷേ അത് നമ്മൾ അവിടെ പോയിട്ട് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും നിസ്കാരം കല വീട്ടാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നമുക്ക് അവിടെ പോയിട്ടൊന്നും ഇതൊന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല, നെയിൽ പോളിഷ് ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം നിസ്കാരത്തിൻ്റെ കലാവും. അപ്പോൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്, നമ്മൾ എന്ത് ചെയ്താലും എന്താക്കിയാലും നിസ്കരിക്കുക. അതാണ് നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. സോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ പറയുന്നില്ല ഒരുപാട് ഡിപ്രഷനാണ്, ഒരുപാട് തലവേദന ആണ്, ടെൻഷനാണ്, അത് ഇതെന്നൊക്കെ. പക്ഷെ നമ്മളൊക്കെ ടെൻഷൻ കാര്യങ്ങളൊക്കെ നിൽപ്പിക്കാണ് പിടിച്ച് നിൽക്കുന്നത് നമ്മൾ നിസ്കാരം മാത്രമാണ്. അതാണ് നമുക്കൊരു പീസ് എന്ന് പറയുന്നത്, മൈൻഡ് ഒരു പീസ് തരുന്നതും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയൂ. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഞാൻ മീഷോയിലാണ് വാങ്ങിയത്. എനിക്ക് മീഷോൻ്റെ ലിങ്ക് തരാൻ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേടിയാണ്, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പ്രോബ്ലംസ് വന്നാൽ, ഞാൻ റിവ്യൂ മാത്രം കാണിച്ചിട്ടില്ല, എൻ്റെ ബിസിനസ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നമുക്ക് നോമ്പൊന്ന് മുമ്പായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആരെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയ ഡ്രൈവറെ എൻ്റെ അടുത്ത് വന്നിട്ടും ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച് കൊടുക്കും. എൻ്റെ അങ്ങനത്തെ ഒരു ശീലമാണ്. ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എവിടെയാണ് പോകുന്നത്, അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ എനിക്ക് വളരണം, മുന്നോട്ട് വരണം ലൈഫിൽ. ഒരുപാട് തളർന്ന ആൾക്കാർ കേട്ടോ, ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, തളർന്ന ആൾക്കാർ വരണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ കൂടെ ഞാനുണ്ടാവും എപ്പോഴും. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ വളരണം, ഞാൻ തന്നെ മുന്നോട്ട് വരണം, അങ്ങനെ ഒരിക്കലും എനിക്ക് ചിന്താഗതിയില്ല. എല്ലാവർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കോളേജ് ടൈമിൽ അങ്ങനെ തന്നെ ഒരുപാട് കുട്ടികളെ അക്കൗണ്ടൻറ്റ്, എൻ്റെ ക്ലാസ്മേറ്റുള്ള ആൾക്കാർക്കൊക്കെ അക്കൗണ്ടൻ്റൊക്കെ പഠിപ്പിച്ചിട്ട് എൻ്റെ മാർക്സ് ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ജലസ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ തന്നെ മാർക്ക് വരണം, ഞാൻ തന്നെ ഫസ്റ്റ് വരണം എന്നൊക്കെ ഉള്ളത് ജലസ് കാര്യങ്ങൾ അതൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു ചിന്താഗതി പോലും ഇല്ല. പക്ഷെ ആൾക്കാർ എന്താക്കും, എന്നെ ഫൈനലായിട്ട് എല്ലാം ബെനിഫിറ്റ്സ് എടുത്തിട്ട് ഫൈനലായിട്ട് എന്നെ എന്തെങ്കിലും കുട്ടിയെ പറയാം, ഇട്ട് പോവാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ബട്ട് ഞാനൊന്നും ഇതാക്കിയിട്ടില്ല. ഉമ്മ വരാൻ ലേറ്റായതാണ്.
കേട്ടിരിക്കുമ്പോഴാണ് സംസാരിച്ചത്. കാരണം നമ്മൾ മുമ്പിൽ ആരോടും സംസാരിക്കാൻ പറ്റില്ല, ഫോണിൽ മെസ്സേജ് ചെയ്യാനും പറ്റില്ല. ഞാൻ ആർക്കും മെസ്സേജ് ചെയ്യാറില്ല, ഫോൺ ചെയ്യാറില്ല. ഇപ്പം എൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഇത് ഓപ്പൺ വേണ്ട നോമ്പു ಡಬಲ್ ಅಂತ ಬಂದಲ್ಲ ഇതെന്താ കരിമീനാ? അല്ല, ബ്ലാക്ക് പാപ്ലേറ്റ്. നല്ലുണ്ടാ? ഇത് ನೇಮ್ ಎಲ್ಲ ಚೊಲ್ಲೋಣ ಫೋಟೋ. ಇದು ಮೋಡ ನೈಮೀನ್ ಅದು ಕಲ್ಲೆ ನೀವಲ್ಗ ಅಂದ್ರೆ ಓನ್ ಇನ್ಸ್ಟಾಗ್ರಾಮ್ ಇನ್ಫ್ಲುಯೆನ್ಸರ್ ಅಲ್ಲ, ಯೂಟ್ಯೂಬ್ ಆದ್ರೆ ಬಲಗೈ ಬಂಟ ಪೋಸ್ಟ್ ಪಿನ್ನೆ నెక్స్ట్ 10 కేజీ 12 కేజీ అంజల్ ముర్చి వచ్చి ಮುರ್ದು ವ್ಯಕ್ತಿ ರಿಯಾಜ್ ಪರಿಗಟ್ಟಿ ಇಲ್ಲ ಅಂತ ಬೇಡಿಕಂಡ ಎಲ್ಲರಲ್ಲಿದೆಲ್ಲ ಹುಷಾರಲ್ಲ, ಪುಟ್ಟವರ ಮಾತ್ರ ಒಳ್ಳೆ ಕ್ರ್ಯಾಬ್ಸ್ಗೆ ಮಸಾಲೆ ಇಟ್ಟು ಹೊಡ್ಕೊಳ್ಳೋದು. ಇದು ಮೊಳಗೆ ಮಂಡೆ ക്രാബ് മസാല വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലൊന്നും അത്ര ഇട്ടിട്ടില്ല. എപ്പോഴും ലാസ്റ്റ് കൊക്കോനട്ട് ഓയിൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ലാസ്റ്റ് കൊക്കോനട്ട് ഓയിൽ ഇതൊന്ന് വേവട്ടെ. ക്രാബ്സിൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല കഴുകിയിട്ട് ഉമ്മ ഉണ്ടാക്കിയ ഒരു മസാല ആയിരുന്നു, അതാണ് ഇട്ടത്. പിന്നെ മല്ലിച്ചൊപ്പ് അങ്ങനെയൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇട്ടൊരു ഹെൽത്തി മസാലയാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടത്. അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മസാല ഇതിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ ഇത് വെന്ത ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഓയിൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഓയിൽ ഇടുന്നില്ല, എന്താ വെച്ചാൽ ഉമ്മാക്ക് അറിയാമല്ലോ ഓയിലിൻ്റെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഉമ്മാക്ക് വേണ്ടിയാണ് ഇതൊക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്, ഹെൽത്തിന് വേണ്ടി. സോ ഫൈനലായിട്ട് നമുക്ക് ഇതൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. കൊക്കോനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മസാല വിത്ത് ഓരോ ബട്ടനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ട്, ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. അതുപോലെ ഓൾമോസ്റ്റ് ക്രാബ്സ് വെന്തിക്കണം. ഇതിലേക്ക് അങ്ങനെ മോറിലേക്ക് ഇങ്ങനെ കുറച്ച് ഓയിൽ കേട്ടോ, അങ്ങനെ മോറിലേക്ക് ഇങ്ങനെ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഓയിലൂടെ വേവണം. ഇങ്ങനെ ആകുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ക്രാബ്സ്. ഈ വെള്ളമൊക്കെ വട്ടുമ്പോൾ ഈ ഓയിലോട് ഇത് ഫ്രൈ ആവും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഫ്രൈ ചെയ്ത് തരികയല്ല എന്താണെന്നല്ല. പിന്നെ സത്യമായിട്ട് ഇന്നൊരു കാര്യം ഞാൻ സത്യം പറയണമെങ്കിൽ ക്രാബ്സിൻ്റെ കട്ടിങ് എല്ലാം എനിക്കറിയില്ല. ഞാൻ അവിടെ തന്നെ അവരോട് ചെയ്യിപ്പിച്ചത് അതിനാണ്.
ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റാണ് ക്രാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മീൻ ഷോപ്പിൻ്റെ ആൾക്കാർ പറയും ഞാൻ അവിടെ പോകുമ്പോൾ വാങ്ങുമ്പോൾ തന്നെ. സോ നല്ല നല്ല ക്രാബ്സ് പിന്നെ ഞാൻ ക്രാബ്സ് വാങ്ങിയിരുന്നു. ക്രാബ് അല്ലേ നല്ല ഫേവറേറ്റ് ക്രാബ്. നല്ല കുക്കാവട്ടെ. എന്താ ഇതിനൊരു കാര്യം അറിയോ, ഇത് കഴിച്ചത് ഭയങ്കര ഹീറ്റാണ് എനിക്ക് കേട്ടോ പേഴ്സണലി. നിങ്ങൾക്കെല്ലാം എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടോ 2 മണിക്കൂറൊക്കെ ആയ ശേഷം കസ്കസിൻ്റെ വെള്ളമൊക്കെ കുടിക്കും. ശരിക്ക് ഹീറ്റാണ്, പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ക്രാബ്സ് കഴിക്കുന്നവർക്ക്. അപ്പം കഴിക്കുന്നവർക്കൊന്നും എനിക്കല്ല എല്ലാവരും എനിക്ക് ഭയങ്കര ഹീറ്റാണിത്. ഹീറ്റ് പോലെ ഒരു ഹെൽത്തിയാണെന്ന് പറയുന്നത്, നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ ചെമ്മീൻ ആൻഡ് ഇവർ എന്താ പറയുക ഇതിപ്പോൾ ചെമ്മീൻ ആൻഡ് ഇത് കഴിക്കാൻ പാടില്ലാണ്ട് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക്. അങ്ങനത്തെ അൽഹംദുലില്ലാ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ അതിനൊരു കാര്യം പറയാൻ പറഞ്ഞു, ചെമ്മീനട കേട്ടോ. ഇനി ഞാനൊരു ചെമ്മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചെമ്മീനട വാങ്ങിയിട്ടുണ്ട്, ഇന്ന് വാങ്ങിയത്. അപ്പം നാളൊന്ന് ചെമ്മീനട ഒന്ന് ഞാൻ വേറെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളത് വീഡിയോ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പം നോക്കാം നമ്മൾ ചെമ്മീനട സക്സസ് ആവില്ല. മസാല റെഡി ആയിട്ടാണ്.